പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈദ് ആശംസകൾ നേരുന്നു. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പുൽവട്ടയിൽ ചേർന്ന യുവാക്കളും കുട്ടികളും വലിയവരും മുതിർന്നവരും എല്ലാവരും ചേർന്ന് ഒരു പ്രതിജ്ഞ എടുത്തു. ലഹരിക്കെതിരെ മദ്യം ഉപയോഗിക്കുകയോ അത് വിൽക്കുകയോ മറ്റുള്ളവർക്ക് പ്രേരിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ലെന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. പുൽവട്ട ഫിനിക്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്നതാണ് ഈ പ്രതിജ്ഞാ ചടങ്ങ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ജാഫർ പരിയാരത്ത് നിങ്ങളോട് സംസാരിക്കുന്നു. ഇന്ന് പുൽവട്ടയിലെ മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിജ്ഞ നമ്മളിവിടെ എടുക്കുന്നത്. വളരെ ചെറിയ ഒരു സംസാരത്തിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. ഒരൊറ്റ കാര്യം മാത്രമാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഈ പോരാട്ടത്തിന്റെ കൂടെ നമ്മൾ ആരെങ്കിലും ഒരു യുദ്ധം നിങ്ങളോട് സംസാരിക്കുന്നത് വാർഡ് മെമ്പർ കർഷേരി കുഞ്ഞാണി. നഗരവും അതേപോലെ തന്നെ മഹല്ല് കമ്മിറ്റികളും ക്ഷേത്ര കമ്മിറ്റികളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടി അതിശക്തമായ പോരാട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അത് യാതൊരു നിരക്കും ഇതിനാരും പിന്മാറാതെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അതൊക്കെ പോലീസിനെ ഇൻഫോം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഒരുപാട് മുന്നോട്ട് ഈ വിഷയം പോയിട്ടുണ്ട്. ഇനിയെങ്കിലും നമ്മൾ ജാഗ്രതയായിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് വലിയ ഈ സംസാരിക്കുന്നത് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളം ഇന്ന് ഒരു ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ നാണിപ്പിക്കുന്ന രീതിയിൽ സാംസ്കാരിക കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്, ലഹരിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് പുറം രാജ്യങ്ങളിൽ കേരളത്തിൻ്റെ സാംസ്കാരിക കേരളത്തിൻ്റെ പൈതൃകം നശിക്കുന്ന, അതിൻ്റെ പേര് നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളെ തടയാൻ കേരളീയർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക, രാഷ്ട്രീയ, മത, സാമൂഹ്യ രംഗങ്ങളിലുള്ള ആളുകൾ മുഴുവൻ ഉണർന്ന് ഈ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ലഹരി എന്ന് പറയുന്ന ഈ വിപത്തിനെ ചെറുക്കാനും അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താനും ബോധവൽക്കരിക്കാനും വേണ്ടി മഹല്ല് സംവിധാനത്തിലും അതുപോലെ പഞ്ചായത്ത് സംവിധാനത്തിലും അതുപോലെ ജനങ്ങൾ കൂടുന്ന എല്ലാ മേഖലയിലും ഇത്തരം പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഇത് നിർമ്മാർജ്ജനം ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചും ഈ ലഹരി വരുത്തുന്ന അപകടങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. അതിൽ പങ്കാളിയാകാൻ മുന്നിട്ട് വന്നിട്ടുള്ള പുൽവട്ട ഫീനിക്സ് ക്ലബിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതോടൊപ്പം ഇവിടെ നേരത്തെ എൻ്റെ സഹപ്രവർത്തകൻ ജാഫർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരാണ്. കേരളത്തിൽ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യങ്ങൾക്കും പോലീസ് സ്റ്റേഷനും എക്സൈസും ഒക്കെയായി ബന്ധപ്പെടാറുണ്ട്. ഒരു കാര്യം ഈ പ്രതിജ്ഞയിൽ വെച്ച് പുതുക്കി പറയുകയാണ്, ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ്. യാതൊരു കാരണവശാലും ലഹരിയുമായി ബന്ധപ്പെട്ട് പോലീസോ എക്സൈസോ എടുക്കുന്ന ഒരു കേസിലും ഞങ്ങളാരും റെക്കമെൻഡിനുണ്ടാകുകയില്ല എന്ന് ഉറക്കെ ഈ പ്രതിജ്ഞയിൽ പ്രഖ്യാപിച്ച് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമ്മളൊക്കെ സ്വയം നമ്മുടെ ഗ്രൂപ്പിലുണ്ട് പ്രതിജ്ഞ. മൊബൈലൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒരു കൈ മുന്നിലേക്ക് നീട്ടി ഈ പ്രതിജ്ഞയിൽ പങ്കാളികൾ മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകുന്നത് അൽത്താഫ് ക്ലബ് ഭാരവാഹി. സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളത്തെ പൗരന്മാരാകേണ്ട വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു. നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ നിറവേറ്റുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജീവിതമാണ് ലഹരി.
ആശയം ജീവിതത്തിൽ പകർത്തി ലഹരിമുക്ത നവകേരളം